ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അനുസ്മരണ സമ്മേളനം കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. അനുസ്മരണ യോഗത്തിന് അജിത് ലാൽ എ സ്വാഗതം പറഞ്ഞു. ശ്രീമതി സുഭദ്രാമ്മ അധ്യക്ഷയായ അനുസ്മരണ യോഗത്തിൽ അരുൺ രാജ്, എൻ ജയചന്ദ്രൻ, ബൈജു ലക്ഷ്മണൻ, ചന്ദ്രിക ടീച്ചർ, ശ്രീകുമാർ പ്ലാക്കാട് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീമതി സുഭദ്രാമ്മ അനുസ്മരണ യോഗത്തിന് നന്ദി പറഞ്ഞു. ലോകം കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനും അതുപോലെ നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക പ്രതിസന്ധി ലോകരാജ്യങ്ങളെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കിയപ്പോഴും നമ്മുടെ രാജ്യത്തെ അത്തരം പ്രതിസന്ധികളിലൊന്നും വീഴ്ത്താതെ വലിയ ഗൗരവതരമായ രീതിയിൽ ഭരണം നടത്തുകയും ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, മൻമോഹൻ സിംഗ് ജി അവരെ കാണുമ്പോൾ കൈപൊക്കി കാണിക്കാനുമൊക്കെ ഒരു ആരോഗ്യ പ്രശ്നമുള്ള പോലെയൊക്കെ പലർക്കുന്നു. എങ്കിൽ പോലും അങ്ങനെയൊന്നുമില്ലാതെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായ രാജ്യത്തിന് ഗുണകരമാകുന്ന തീരുമാനമെടുത്തൊരു പ്രധാനമന്ത്രി. നമുക്കറിയാം, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ ബിൽ ഉൾപ്പെടെ രാജ്യത്തിന് ഗുണകരമാവുന്ന ഒട്ടനവധി തീരുമാനങ്ങൾ, ഒട്ടനവധി ബില്ലുകൾ ഒക്കെ നടപ്പിലാക്കിയ ഒരു പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ രാജ്യത്തിന് ഒരു തീരാനഷ്ടമാണ്. സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയ്ക്ക് ആഗോള നാണയ വിനിമയ മേഖലയിലൊക്കെ അംഗമായിരുന്നപ്പോഴൊക്കെ ഉണ്ടാക്കിയ സേവനങ്ങൾ, അങ്ങനെ സാമ്പത്തിക മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ വിയോഗം രാജ്യത്തിന് വലിയൊരു നഷ്ടമാണ്. ഒരു മനോഹരമായ ഒരു സ്ഥലത്താണ് വന്നു നിന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയത്. ഇത്രയും നിഷ്കളങ്കമായ ഒരു സദസ്സിൻ്റെ മുമ്പിൽ, ഇത്രയും ആത്മാർത്ഥതയുള്ള ഇതിൻ്റെ സംഘാടകരുടെ മുമ്പിൽ ഇന്ത്യയുടെ 13ാമത്തെ പ്രധാനമന്ത്രി അന്തരിച്ചുപോയ മൻമോഹൻ സിംഗ് അവരെക്കുറിച്ച് ഒരു അനുസ്മരണം സംഘടിപ്പിച്ചതിന് ഞാൻ അജിത് ലാൽ ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള നന്ദി പാർട്ടിക്ക് വേണ്ടി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മളൊക്കെ വാക്കുകളിൽ ഒന്ന് പറഞ്ഞു പോകുന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ തന്നെ ഒടുവിലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മാധ്യമങ്ങൾ എന്നോട് നീതി പുലർത്തിയില്ലെങ്കിലും ഇന്ത്യയുടെ ചരിത്രം എന്നോട് നീതി പുലർത്തുമായിരിക്കാം. ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പ്രതിപാദിച്ചു പോയൊരു വാചകമാണ്. അത് അക്ഷരാർത്ഥത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു വന്ന വാചകമായിരിക്കണം. കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പാർലമെൻറ്റിനകത്ത് അതിരൂക്ഷമായ ഭാഷയിൽ അദ്വാനി അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. അതിരൂക്ഷമായ ഭാഷയിൽ സുഷമ സ്വരാജ് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങുമ്പോഴും ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ചരിത്രം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നവർക്ക് മനസ്സിലാകും, അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അദ്ദേഹം പലപ്പോഴും കേട്ടിരിക്കാറാണ് പതിവ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പലപ്പോഴും പലരും കളിയാക്കി പല കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം എടുക്കുന്ന ആ തീരുമാനങ്ങൾ കാലത്തിനപ്പുറവും ഇന്ത്യ സ്മരിക്കേണ്ട തീരുമാനങ്ങളായിരുന്നു എന്നുള്ളത് ഈ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ ഒന്ന് നോക്കിക്കണ്ടവർക്ക് ഹൃദയത്തിൽ പതിഞ്ഞൊരു കാര്യമായിരിക്കാം. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ എടുത്ത ഏറ്റവും മനോഹരമായൊരു കാര്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അത് ഇന്ന് നമ്മുടെ എല്ലാം ജീവിത പരിസരങ്ങളിൽ നമ്മളുടെ അമ്മമാരും സഹോദരിമാരും എല്ലാം അവരുടെ ഒരു ജീവിത സുരക്ഷയ്ക്കായി, അവരുടെ ഒരു തൊഴിൽ സുരക്ഷയ്ക്കായി ഇത്ര ദിവസം അവർക്ക് സമ്പൂർണ്ണമായി ജോലി ലഭിക്കുന്നതിന് പഞ്ചായത്തിന് ഫണ്ട് കൊടുത്ത് അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് മനോഹരമായ രീതിയിൽ തൊഴിലിടങ്ങൾ സംഘടിപ്പിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളെ സജീവമാക്കി അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന പ്രധാനമന്ത്രിയെ ഇന്ത്യക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ആണവ കരാർ എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടത് വലിയ ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങൾ മാത്രം അവരുടെ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരുന്ന രീതിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ മൻമോഹൻ സിംഗ് നിരന്തരമായ ചർച്ചയിലൂടെ ഇന്ത്യയിൽ അമേരിക്കയുമായി ആണവ കരാർ ഒപ്പിട്ടുകൊണ്ട് ഇന്ത്യയിൽ വിപ്ലവം തീർത്തൊരു പ്രധാനമന്ത്രിയായിരുന്നു. ജനാധിപത്യ പ്രക്രിയയോട്
ഏറ്റവും ബഹുമാനം പുലർത്തിയ ഒരാളാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ പാർലമെൻറ്റിൽ ഒരു വോട്ടിംഗ് നടക്കുമ്പോൾ വീൽ ചെയറിൽ, അസുഖബാധിതനായിരിക്കുമ്പോഴും വീൽ ചെയറിൽ പാർലമെൻറ്റിൽ വന്ന് അദ്ദേഹം ആ വോട്ടിങ്ങിൽ പങ്കെടുക്കാനും ചർച്ചയിൽ പങ്കെടുക്കാനും കാണിച്ചൊരു മനസ്സ്, അത് പലരും ഇന്ന് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഭരണാധികാരികൾക്ക്, അത് പഞ്ചായത്ത് തൊട്ട് പാർലമെൻറ്റ് വരെ, ഭരണാധികാരികൾക്കുള്ള ഇന്നത്തെ ഏറ്റവും വലിയൊരു അസ്വസ്ഥത, അവർക്ക് ആരെയും കേൾക്കാൻ സമയമില്ല. അവർക്ക് എപ്പോഴും അവരുടെ അധികാരത്തിൻ്റെ സുഖത്തിലിരുന്ന് തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമാണ് അവരെല്ലാം ശ്രദ്ധിക്കാറുള്ളത്. പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി എതിർസ്വരങ്ങളെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഇന്ന് പലപ്പോഴും രാജ്യവും സംസ്ഥാനവും ഒക്കെ ഭരിക്കുന്ന ഭരണാധികാരികൾ അതിനകത്തൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ മൻമോഹൻ സിംഗിനെ പോലെ പ്രഗത്ഭനായ, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സാമ്പത്തിക വിദഗ്ധൻ, ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകളുള്ള, വളരെ മനോഹരമായി ഇന്ത്യയുടെ ഭരണകാലം അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ചെയ്തു തീർത്ത, ഇന്ത്യ എന്നും ഓർക്കുന്ന മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ജീവചരിത്രം എല്ലാത്തിനോടുമുള്ള ബഹുമാനം വെച്ചു പുലർത്തിയ ജീവചരിത്രമായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. 34,231 രൂപ ഒരു സ്ത്രീയുടെ കയ്യിൽ കിട്ടിയാൽ, ഒരു വനിതയുടെ കയ്യിൽ കിട്ടിയാൽ, ഇവിടുത്തെയും ആഭ്യന്തര ധനകാര്യ വകുപ്പ് ഒരുപക്ഷെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ റുവൽ സിംഗിൻ്റെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ അമ്മയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം റുവൽ സിംഗ് ധാരാളിയാണ് എന്നുള്ളത് കൊണ്ടല്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കയ്യിൽ ഒരു 1000 രൂപ കിട്ടിയാൽ വൈകുന്നേരം വരുമ്പോൾ പെട്രോൾ അടിച്ചും കാപ്പി കുടിച്ചും സുഹൃത്തുക്കളോട് യാത്ര ചെയ്തും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നീട് വരുമ്പോൾ ആരോടെങ്കിലും ഒരു 100 രൂപ കടം വാങ്ങേണ്ട സ്ഥിതി വരും. പക്ഷേ ഈ 1000 രൂപ എൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചാൽ വൈകുന്നേരം വരുമ്പോൾ അത് 990 രൂപയുണ്ടാകും. ഇപ്പോൾ ഗ്രാമീണ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ നമ്മുടെ ഇന്ത്യയിൽ പട്ടിണിയില്ലാതെ, ഇപ്പോൾ കൊല്ലം ജില്ല നമുക്കറിയാം, ഏതാണ്ട് 400,000 വരുന്ന കശുവണ്ടി തൊഴിലാളികളുണ്ട്, പാറത്തൊഴിലാളികളുണ്ട്. റുവൽ സിംഗ് എല്ലാ ആത്മകഥയിലും പറയാറുണ്ട്, എൻ്റെ അമ്മ പാറ പൊട്ടിച്ച് ജീവിക്കുമ്പോൾ ഞാനും കല്ലടിച്ചിട്ടുണ്ട് എന്ന് റുവൽ സിംഗ് പലരുടെ ഒരു അഭിമുഖത്തിലും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ മേഖലകളിൽ ഇപ്പോൾ പാറ പൊട്ടിക്കലില്ല, കശുവണ്ടി മേഖലകളിൽ തൊഴിലില്ല, കശുവണ്ടി ഫാക്ടറികളെല്ലാം പൂട്ടി കിടക്കുന്നു. അപ്പോൾ കശുവണ്ടി മേഖലകളിലും പാറ മേഖലകളിലും കരിങ്കൽ മേഖലകളിലും കൈത്തറി മേഖലകളിലും തൊഴിലില്ലാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഒരു പ്രദേശത്ത് 120ഉം 180ഉം ചവറയിലൊക്കെ അതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടാകും. കല്ലുവാതുക്കൽ പല വാർഡിലും അതിലും കൂടുതൽ ആളുകളുണ്ടാകും. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വനിതകളും കുടുംബം നോക്കാൻ പര്യാപ്തരായ ആളുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചേർന്ന്, അത് മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൈവത്തിൻ്റെ വരദാനമായി ഗ്രാമീണ മേഖലയിൽ കാണുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മൻമോഹൻ സിംഗ് അന്തരിച്ചതറിഞ്ഞ് ഞാൻ എൻ്റെ വാർഡിലെ മേറ്റ്, തൊഴിലുറപ്പ് തൊഴിലാളിയായ മേറ്റിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, മെമ്പർ പെട്ടെന്ന് ഇവിടെ വരണം, ഞങ്ങൾ 120 ആളുകളും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു. ആരുടെയും ഒരു പ്രേരണയൊന്നും ഉണ്ടായിട്ടല്ല, അവർക്ക് കിട്ടിയില്ല. മലയാള മനോരമയിൽ വന്ന ഒരു പത്രം കട്ട് ചെയ്ത് ഒരു ബോർഡിലൊട്ടിച്ച് ഒരു കസേരയിൽ വെച്ച് പൂക്കൾ അർപ്പിക്കുവാൻ വേണ്ടി ഈ തൊഴിലാളികളെല്ലാം അവർ പത്രത്തിൽ വായിച്ച് അറിഞ്ഞതാണ്. അപ്പം നമ്മുടെ ജനതയെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരാൾ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഹൈവേ, നാഷണൽ ഹൈവേയോട് വളരെ ചേർന്നാണ് ഈ സമുദ്രതീരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈ നാഷണൽ ഹൈവേ ഏറ്റെടുത്തപ്പോൾ, അത് മൻമോഹൻ സിംഗിൻ്റെ ഒരു നേട്ടമാണ്, പുനരധിവാസ നിയമം. വസ്തു ഏറ്റെടുക്കുമ്പോൾ ആ വസ്തു നഷ്ടപ്പെടുന്നയാളിൻ്റെ ആ കാലയളവിൽ ഏറ്റവും ഒടുവിൽ പ്രമാണം ചെയ്ത വിലയുടെ ഇരട്ടി കൊടുക്കണം. ഇവിടെ ഈ റോഡ് വൈഡനിങ് വന്നപ്പോൾ നമ്മുടെ മൈലക്കാട് സുന്ദരേശൻ പിള്ളച്ചേട്ടൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സുദീർഘമായ സമരങ്ങൾ നടന്നു. നിരവധി പോലീസ് മർദ്ദനങ്ങളുണ്ടായി. അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഒടുവിൽ ഈ റോഡ് വൈഡനിങ് അല്ലെങ്കിൽ ഈ നാഷണൽ ഹൈവേയുടെ വികസനം നിർത്തിവെക്കേണ്ടി വന്നു. ഒടുവിൽ വീണ്ടും പല തവണ ചർച്ച ചെയ്താണ് 45 മീറ്ററായി ഇത് ചുരുക്കിയത്. പക്ഷെ ഇപ്പോൾ ആളുകൾ പറയുന്നു, ഈ പണം കിട്ടിയപ്പോൾ ശ്രീ ജയറാം രമേശായിരുന്നു അന്ന് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി. പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കിയാണ് മൻമോഹൻ സിംഗ് ആ നിയമത്തെ കൊണ്ടുവന്നത്. കാര്യം ആളുകൾക്ക് കുടിയൊഴിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് എത്രയായിരുന്നു അതിൻ്റെ മതിപ്പ് വില, അതിൻ്റെ ഇരട്ടി കൊടുക്കണം. ഇപ്പോൾ പല ആളുകളും പറയുന്നത്, ഞങ്ങൾക്ക് 60 മീറ്റർ മതിയായിരുന്നു, ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് ഞങ്ങളാരും അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എത്രയോ നല്ല കാര്യങ്ങൾ ലോകം അല്ലെങ്കിൽ രാജ്യം എന്നും വളരെ ആവേശത്തോടെ ഓർക്കുന്ന മൻമോഹൻ സിംഗ്, ഏതൊരു പ്രധാനമന്ത്രിയും ഏതൊരു ഭരണാധികാരിയും
തൻ്റെ ചെയ്തികളിലൂടെയാണ് അദ്ദേഹം ഓർക്കപ്പെടുന്നത്. തൻ്റെ പ്രവർത്തികളിലൂടെയാണ് വരും തലമുറ നമ്മെ ഓർക്കപ്പെടുന്നത്. മൻമോഹൻ സിംഗ് ഭരിച്ച 10 വർഷക്കാലം അദ്ദേഹത്തെ ലോകമുള്ളിടത്തോളം കാലം, ഇന്ത്യയിൽ ശരാശരി മനുഷ്യരുള്ളിടത്തോളം കാലം ഓർക്കുവാനുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത്രയേറെ ലാളിത്യമുള്ള, ഒരുപാട് സംസാരിക്കാത്ത, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഒബാമ പറഞ്ഞത് ഇതുപോലെ ജെന്റിൽമാനായ ഒരു പ്രധാനമന്ത്രിയെ മറ്റൊരു രാജ്യത്തും കണ്ടിട്ടില്ല എന്നാണ്. അത്രയേറെ കുലീനത്വമുള്ള, അദ്ദേഹത്തിൻ്റെ നടപ്പിലും സംസാരത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിലുമൊക്കെ അത് കാത്തു സൂക്ഷിച്ച ആ വലിയ മനുഷ്യനാണ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ TV തുറന്നപ്പോൾ മുതൽ വിവാദങ്ങളുടെ കെട്ടഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആരുടെയും, ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരുടെയൊക്കെ നല്ല ചെയ്തികൾക്ക് പകരം അവരിരുന്ന കാലഘട്ടത്തിലെ ഏതെങ്കിലുമൊക്കെ മോശമായ കാര്യങ്ങൾ ചാനലുകാർ വെറുതെ സംസാരിച്ച് ചർച്ചയാക്കി വിഷയമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നേരത്തെ ഇവിടെ ജയചന്ദ്രൻ സാറ് സംസാരിച്ചതുപോലെ കടന്നുപോയ വഴിയിലൊക്കെ അദ്ദേഹത്തിൻ്റേതായ ഒരു മുദ്ര പതിപ്പിച്ച് അദ്ദേഹത്തിന് കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് അത് സാധിച്ചു എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് അതിൻ്റെ ചുമതലയിലിരിക്കുമ്പോഴും അദ്ദേഹം ഏറ്റെടുത്ത ഓരോ പ്രവൃത്തി, ഉപദേഷ്ടാവായിരിക്കുമ്പോഴും അദ്ദേഹം ഈ സാമ്പത്തിക വിദഗ്ധനായി തുടരുമ്പോഴും തീരുമാനങ്ങളെടുക്കുന്ന ഓരോ നിമിഷങ്ങളിലും അദ്ദേഹത്തിൻ്റേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അത് നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ അവസാന നിമിഷത്തിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇലക്ഷനിൽ അദ്ദേഹം ലോക്സഭാ ഇലക്ഷനിൽ പരാജയപ്പെടുകയാണ്. എന്നാൽ രാജ്യസഭയിലെ തുടർച്ചയായി 2024 വരെയും അദ്ദേഹം വ്യത്യസ്തമായ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് രാജ്യസഭാ അംഗമായി തുടരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും സാധിച്ച ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് രാജ്യത്തിനുണ്ടാക്കിയ നഷ്ടം, അതിൽ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന നേരത്തെ പറഞ്ഞതുപോലെയാണ് സാമ്പത്തികമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് അടിത്തറ പാകി എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ തൊഴിലുറപ്പ് നിയമം നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിൽ എല്ലാ നിക്ഷേപങ്ങളെയും ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിനുമൊക്കെയുള്ള തുറന്ന വാതായനം അദ്ദേഹം സൃഷ്ടിച്ചതുകൊണ്ടാണ് സാമ്പത്തികമായി നമ്മുടെ രാജ്യത്തിന് അടിത്തറ ഉണ്ടായതും പിന്നീട് വന്ന ആൾക്കാർക്ക് അതിൽ ചവിട്ടി പുതിയ തീരുമാനങ്ങൾ എടുക്കാനും നിലനിൽക്കുവാനും സാധിച്ചു എന്നുള്ളത് ഓർമ്മിക്കപ്പെടേണ്ടതാണ്. അപ്പം അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ നഷ്ടം, അദ്ദേഹം ചെയ്തു വെച്ച പ്രവൃത്തികളിലൂടെ കാലം അദ്ദേഹത്തിനെ ഓർമ്മിക്കപ്പെടും. രാജ്ഘട്ടിൽ അദ്ദേഹത്തിനും എല്ലാ പ്രധാനമന്ത്രിമാർക്കും, മുൻ പ്രധാനമന്ത്രിമാർക്ക് ലഭിച്ച അതേ ആദരവും അതേ പ്രാധാന്യവും അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം. തീർച്ചയായും വരുന്ന തലമുറ പഠിക്കേണ്ട, സാമ്പത്തികമായ ഒരു രാജ്യം എങ്ങനെയൊക്കെ ആവണം, എങ്ങനെയൊക്കെ ആവരുത് എന്ന് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും തീർച്ചയായും മൻമോഹൻ സിംഗ് എന്ന ആ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ അല്ലാതെ ഭാരതത്തിന് മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കത്തില്ല. അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കട്ടെ. ഇനി വരുന്ന കാലം അദ്ദേഹത്തെ ഓർമ്മിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. എലക്ട് ചെയ്യാതെ ആയ അധികാരത്തിൽ വന്ന ഒരു സമുന്നതനായ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ഇലക്ഷനിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭരണത്തിൽ വളരെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരവസരത്തിലാണ് നമ്മുടെ ഈ അസാമാന്യ പ്രതിഭയായ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നത്. കാരണം രാജീവ് ഗാന്ധിയുടെ മരണവും മറ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം സോണിയാഗാന്ധി ഇലക്ഷനിൽ നിന്ന് ജയിച്ചു വന്നു എങ്കിലും അവർക്ക് ഭരണത്തിൽ ഏറുന്നത് മറ്റ്
രാജ്യത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് കൊടുക്കരുതെന്നുള്ള പാർട്ടിയുടെ മറ്റ് പ്രഗത്ഭരായ നേതാക്കളുടെ എല്ലാ അഭിപ്രായം മാനിച്ച് സോണിയാഗാന്ധി ആ അധികാരം മൻമോഹൻ സിംഗിന് കൈമാറുകയാണ് ചെയ്തത്. അദ്ദേഹം അപ്പോൾ ഒന്നും തന്നെ ചിന്തിക്കാതെ, ഒരു എതിരഭിപ്രായവും പറയാതെ അവരുടെ അഭിപ്രായത്തെ മാനിച്ച് അധികാരത്തിലേറുകയും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായി കരാറുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും ഇന്ന് നമ്മുടെ രാജ്യം ഏറെ അഭിമാനിക്കുന്ന, നമ്മളെല്ലാം ആഗ്രഹിച്ചതുപോലെ ഗ്രാമീണ ജനങ്ങൾക്ക് നമ്മളെ മഹാത്മാഗാന്ധി വരെ ആദ്യം പറഞ്ഞ ഒരു പ്രസ്താവനയാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമീണർ ഉന്നതിയിലെത്തിയെങ്കിൽ അവർക്ക് ആഹാരത്തിനായാലും വസ്ത്രത്തിനായാലും പ്രാഥമിക കാര്യങ്ങൾക്കൊന്നും തന്നെ വിഷമമുണ്ടാകാത്ത ഒരു അവസരം സൃഷ്ടിക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ എന്ന് മഹാത്മാഗാന്ധി അദ്ദേഹം അത് വളരെ അടിവരയിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് മഹാത്മാഗാന്ധി ആവിഷ്കരിച്ചത്. അതേ പാത തന്നെയാണ് മൻമോഹൻ സിംഗും തുടർന്നതെന്ന് നമുക്ക് പറയാം. ആണവ കരാർ ഒപ്പിടുന്ന കാര്യത്തിലായാലും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന കാര്യത്തിലായാലും അത്യുന്നതിയിലുള്ള അഭിമാനകരമായ സാമ്പത്തിക നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിലുമൊക്കെ ശ്രദ്ധ പതിപ്പിച്ചതുപോലെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ അദ്ദേഹം ഗ്രാമീണ ജനങ്ങളുടെ കാര്യത്തിൽ എടുത്ത തീരുമാനമാണ് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി. അത് വളരെ അഭിമാനകരമാണ്. അതൊരിക്കലും അദ്ദേഹത്തെ ഓർക്കുന്ന ആരും തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഓർക്കാതിരിക്കില്ല. അതുപോലെ തന്നെ സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ചു വന്ന ഒരു പ്രധാനമന്ത്രി ആയതുകൊണ്ടായിരിക്കും അദ്ദേഹം സാധാരണക്കാരുടെ വിചാരങ്ങളും അവർക്കെന്താണോ വേണ്ടത്, അവർക്കെന്താണോ ചെയ്യേണ്ടത് എന്ന് വളരെ കരുതലോടുകൂടി പ്രവർത്തിക്കുകയും നമുക്കെല്ലാം ആ കാര്യം നമുക്കെല്ലാം എന്നും സ്മരിക്കപ്പെടേണ്ടതാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം തന്നെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എല്ലാവരുടെയും മനസ്സിൽ ചിരപരിചിതമായി തന്നെ നിലനിൽക്കുമെന്ന് ഉറപ്പുണ്ട്. ഇപ്പം നമ്മൾ അനുസ്മരണങ്ങൾ നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ പറഞ്ഞു പോകുന്നതല്ല. ഈ കാര്യങ്ങൾ ഓരോ മഹാത്മാർ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ലോകത്തിന് തന്നെയും അതുപോലെ നമ്മുടെ നാട്ടിനും എല്ലാം ചെയ്തു വെച്ച കാര്യങ്ങൾ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അത് നമ്മൾ പ്രാവർത്തികമാക്കി കൊണ്ടുവരേണ്ടതും അത് നടപ്പിലാക്കിയവരെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെയേറെ മെച്ചപ്പെട്ടതാണ്. അത് ആർക്കും തന്നെ ഒരു സംശയമില്ല. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ ഓർമ്മിച്ചുകൊണ്ടും ഈ സംരംഭം ഇവിടെ ഇപ്പോൾ ഈ അനുസ്മരണ പ്രഭാഷണവും മറ്റും നടപ്പിൽ വരുത്താൻ നമ്മുടെ ഇവിടുത്തെ സമുദ്രതീരത്തിൻ്റെ നമ്മുടെ പ്രവർത്തനത്തിലും ഒഴുകിയിരിക്കുന്ന നമ്മളിൽ ഒരാൾ പ്രവർത്തകനാണെന്നേ പറയാൻ പറ്റൂ. ഒരിക്കൽ പോലും ജുവൽ സിംഗിനെ ഇതിൻ്റെ ഒരു ഓണറാണെന്നോ ഒരു അധികാരിയാണെന്നോ ആർക്കും ഇവിടെ വരുന്നവർക്ക് ആർക്കും തോന്നില്ല. ഇന്ത്യയുടെ 13ാമത്തെ പ്രധാനമന്ത്രിയായിട്ട് മൻമോഹൻ സിംഗ് അധികാരമേറ്റെടുക്കുമ്പോൾ ഇന്ത്യ ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. അത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല, ഒരരാഷ്ട്രീയക്കാരനായിരുന്നു, ഒരു ബ്യൂറോക്രാറ്റായിരുന്നു. ഒരു സവിശേഷ സാഹചര്യത്തിൽ രാജ്യസഭാ MP ആയി മാറുകയും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാവുകയും പിന്നീട് സോണിയാഗാന്ധിയുടെ അനുഗ്രഹത്തോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീരുകയും ചെയ്ത വ്യക്തിയാണ്. മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ രാഷ്ട്രത്തലവന്മാരായിട്ടുള്ള ഓരോരുത്തരെയും കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളിലോ മറ്റോ തങ്ങി നിൽക്കേണ്ടതല്ല. അതൊരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളായിരിക്കണം, രാഷ്ട്രത്തെക്കുറിച്ചുള്ള പുനരാലോചനകളായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ
40 വർഷക്കാലം 2004 മുതൽ 2024 വരെയുള്ള ഈ 40 വർഷക്കാലം ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ പൊതുവേ ഉള്ള പുരോഗതി നമ്മൾ കണക്കിലെടുത്താൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് പിറകോട്ട് സഞ്ചരിക്കുന്ന രാഷ്ട്രത്തലവന്മാർ വന്നുകൊണ്ടിരുന്നു എന്നാണ്. ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ചരിത്രം പരിശോധിച്ചാൽ രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചവരായിരുന്നു. കുറച്ചു കാലമേ ഉള്ളുവെങ്കിലും ലാൽ ബഹാദൂർ ശാസ്ത്രിയും. പക്ഷേ 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി മുതൽ നമ്മൾ കണ്ടു തുടങ്ങുന്ന ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ഭരണ ശൈലി, നമ്മുടെ രാജ്യത്ത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന, പിറകോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1991 ലോകത്ത് ഗാട്ട് കരാർ എന്ന ഒരു കരാർ വരികയും 91 ഏപ്രിൽ 15 ഇന്ത്യ അതിലൊപ്പുവെക്കുകയും ചെയ്തു. ഈ ഗാട്ട് കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചതിന് ശേഷമുണ്ടായ ഇന്ത്യയുടെ മാറ്റം ആശാവഹമായിരുന്നില്ല എന്ന് ഇന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഗാട്ട് കരാറിൽ ഇന്ത്യ ഒപ്പിടരുത് എന്ന് വളരെ വിലക്ക് ഉൾപ്പെടുന്ന താക്കീതുകൾ പലരും നൽകിയിട്ടും, പല വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നൽകിയിട്ടും അത് പലതവണ ചർച്ച ചെയ്ത് അവസാനം അതിലൊപ്പിടാൻ നമ്മുടെ ഒരു നരസിംഹറാവു അദ്ദേഹത്തിൻ്റെ കാലത്താണ് തോന്നുന്നത് ഒപ്പിടുന്നത്. ഗാട്ട് കരാറിൽ ഒപ്പിട്ടതിന് ശേഷം അതിലെ വ്യവസ്ഥകൾ നമ്മൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതിലൊരുപാട് വ്യവസ്ഥകളുണ്ട്. നമ്മുടെ ബൗദ്ധിക സ്വത്തവകാശം വരെ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന തലത്തിൽ, അത് കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല. ബൗദ്ധിക സ്വത്തവകാശം ഒരു രാജ്യത്തിൻ്റെത് മറ്റ് രാജ്യങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ ഒരു കരാറിൽ നമ്മൾ ഏർപ്പെട്ടാൽ പിന്നെ ആ രാജ്യത്തിൻ്റെ വളർച്ച എവിടെ വന്ന് നിൽക്കും? മൻമോഹൻ സിംഗ് കൊണ്ടുവന്നു എന്ന് നമ്മൾ പറയുന്ന അന്നത്തെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അത് സാമ്പത്തിക ഉദാരവൽക്കരണം എന്ന് പറയുന്നൊരു നടപടിയിലൂടെയാണ്. എന്താണ് ഈ ഉദാരവൽക്കരണം? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വരെ ഉദാരപരമായിട്ട് നമ്മൾ പെരുമാറാൻ തുടങ്ങിയാൽ, നമ്മുടെ മക്കളോട് പെരുമാറാൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് നമുക്കറിയാം. അതാണ് സാമ്പത്തികമായി വൻകിട ശക്തികൾക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരാനും ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും ഇന്ത്യയുടെ സ്വത്ത് മുഴുവൻ ഇത്തരം കമ്പനികൾക്ക് കൊണ്ടുപോകുവാനും അനുവാദം കൊടുക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ, അതാണ് ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും എന്നൊക്കെ പറയുന്നത്. ഇന്നിവിടെ അനുസ്മരണ സമ്മേളനം നടത്തിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഈ അനുസ്മരണ സമ്മേളനം ഏറ്റെടുത്ത് നന്നായി നടത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും ക്ഷണിക്കുകയും അതോടൊപ്പം മുൻനിരയിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത നമ്മളെ സമുദ്രതീരത്തിൻ്റെ ചെയർമാൻ റുവൽ സിംഗ് അവർകളെ ഈ ഒരു അവസരം അഭിനന്ദിക്കാൻ തന്നെ ഈ അവസരം ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരി ശാന്ത ടീച്ചർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മൻമോഹൻ സിംഗ് അവരുടെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.